എല്ലാ ആൾക്കാരും മനുഷ്യരുടെ അത്രയും സ്നേഹമുള്ള ആൾക്കാരാണ്. അത് ഇല്ല, മണിച്ചേട്ടൻ മരിച്ചിട്ടില്ല. എൻ്റെ സാറ് മരിക്കില്ല. അപ്പോൾ നമസ്കാരം. നമ്മൾ ഇന്നുള്ളത് ചാലക്കുടിയിലാണ്. നമ്മുടെ ചാലക്കുടിക്കാരൻ ചങ്ങാതി നമ്മളെ വിട്ട് പിരിഞ്ഞു പോയിട്ട് 10 വർഷം തികയാണ്. അപ്പോൾ എല്ലാ വർഷത്തെ പോലെ തന്നെ ഇപ്രാവശ്യവും അനുസ്മരണ ചടങ്ങ് നടക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വീടിന് മുറ്റത്താണ് നമ്മളുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ പാടിയിലും അതുപോലെ തന്നെ ആളുടെ കലാഗ്രഹത്തിലും ഒരുപാട് കലാപരിപാടികളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഒരുപാട് പേര് കേരളത്തിലെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ജില്ലകളിൽ നിന്നും ഒരുപാട് പേര് വണ്ടിയൊക്കെ വിളിച്ച് ഇവിടെ വരുന്നൊരു ദിവസമാണ് ഈ മാർച്ച് 6 എന്നുള്ള ദിവസം കേട്ടോ. അപ്പോൾ എന്തായാലും അത് നിങ്ങൾക്ക് ഒരു ദിവസം വന്നാൽ മാത്രമേ ഇവിടെ മനസ്സിലാവുള്ളൂ. അപ്പോൾ എന്തായാലും വരാത്തവർ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാം. അതുപോലെ തന്നെ വരാത്തവരുണ്ടെങ്കിൽ മാർച്ച് 6 എന്നുള്ള ദിവസം മിസ് ചെയ്യരുത്. അപ്പോൾ എന്തായാലും മണിച്ചേട്ടൻ്റെ അനുസ്മരണ ചടങ്ങിലേക്ക് നമുക്ക് കാഴ്ചകൾ കാണാം. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. നമ്മുടെയൊക്കെ ചാലക്കുടിക്കാരൻ ചങ്ങാതി നമ്മളെ വിട്ടുപിരിഞ്ഞ് പോയിട്ട് 10 വർഷം തികയാണ്. പക്ഷേ 10 വർഷം ആയെന്ന് നമുക്ക് തോന്നാത്തൊരവസ്ഥയാണ് ഇവിടെ വരുമ്പോൾ ഉള്ളത് കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ മണിച്ചേട്ടൻ ഉള്ളൊരു ഫീലാണ് നമുക്കിവിടെ കിട്ടുന്നത്. എല്ലാ വർഷവും മുടങ്ങാതെ ഇവിടെ എത്താനും ഈ മണിച്ചേട്ടൻ്റെ പരിപാടിയിൽ പങ്കെടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ വരുമ്പോഴൊക്കെ ഓരോ ദിവസവും ഓരോ വർഷവും പുതിയ പുതിയ കാര്യങ്ങളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. കലാഭവൻ മണിച്ചേട്ടൻ്റെ അനുസ്മരണ ചടങ്ങ് അതിഗംഭീരമാണ്. അത് നിങ്ങൾക്ക് മാർച്ച് 6 എന്നുള്ള ദിവസം ഇവിടെ എത്തിയാലേ മനസ്സിലാവുള്ളൂ. ഒരു പ്രത്യേക ഫീലും കാര്യങ്ങളൊക്കെയാണ്. ഇനി ഈ സമയം തൊട്ട് മണിച്ചേട്ടൻ്റെ പാട്ടും കാര്യങ്ങളും അതുപോലെ ചാലക്കുടിയിൽ മണിച്ചേട്ടൻ്റെ ഫോട്ടോയൊക്കെ വെച്ച് വിളക്കൊക്കെ വയ്ക്കാറുണ്ട്. ഇന്നത്തെ കലാപരിപാടിയുടെ ഫ്ലെക്സാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ കലാഭവൻ മണിച്ചേട്ടൻ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയിട്ട് ഏകദേശം 10 വർഷം തികയാണ്. എന്താണ് ഈ നിമിഷത്തിൽ പറയാനുള്ളത്? ഈ നിമിഷത്തിൽ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നിരിക്കുന്ന എല്ലാ ആൾക്കാരും മനുഷ്യരുടെ അത്രയും സ്നേഹമുള്ള ആൾക്കാരാണ്. അത് എവിടെയാണെന്ന് പറഞ്ഞാലും ഈ മാർച്ച് 6 തീയതി ഇവിടെ എല്ലാവരും ഒത്തുകൂടി വരും. അത് നമ്മുടെ മനസ്സിലും അവരുടെ മനസ്സിലേക്ക് ഇരിക്കുന്ന മണിച്ചേട്ടൻ ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റില്ല. മണിച്ചേട്ടൻ പോയിട്ട് നമ്മളെ വിട്ടു പോയിട്ടില്ല. ഇവിടെ തന്നെ മണിച്ചേട്ടനുണ്ട്. ഇവിടെ വന്ന സുഹൃത്തുക്കൾ കുറച്ചും എല്ലാവരും വരും. ഒരുപാട് പേര് വരും. ഉച്ചവരെ ഇവിടെ വന്ന് തിരിഞ്ഞു പോകുമ്പോൾ എല്ലാവർക്കും വിഷമമായിട്ട് ഇവിടുന്ന് പോകുന്നത്. നമ്മളെ വിട്ട് ഒരിക്കലും മണിച്ചേട്ടൻ വിട്ടു പോയിട്ടില്ല എങ്ങും. അതുപോലെ തന്നെ അവിടെ നിന്ന് നമ്മൾ കുറച്ച് മുന്നോട്ട് പോയാൽ കലാഭവൻ മണിച്ചേട്ടൻ്റെ മണിക്കൂടാരത്തിലെത്തും. അവിടെയാണ് നമ്മുടെ സ്വന്തം കലാഭവൻ മണിച്ചേട്ടൻ ഉറങ്ങുന്ന ഒരു സ്ഥലമുള്ളത്. അവിടെ മണിച്ചേട്ടൻ്റെ ബുള്ളറ്റ് ഇരിക്കുന്നുണ്ട്. അത് നല്ല വൃത്തിയായിട്ട് തന്നെ സൂക്ഷിക്കുന്നുണ്ട് കേട്ടോ. അതിൽ എല്ലാ ദിവസവും എല്ലാ വർഷവും മാലയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടാവും. നമ്മൾ വിട്ടു പിരിഞ്ഞുപോയിട്ട് ഏകദേശം 10 വർഷം തികയാണ്. എന്താണ് ഈ നിമിഷത്തിൽ സാറിന് പറയാനുള്ളത്? നമുക്കറിയാം, മലയാളികളുടെ, ലോകത്തിലെ മുഴുവനുള്ള മലയാളികളുടെ അഭിമാനവും ഞങ്ങൾ ചാലക്കുടിക്കാരുടെ വലിയ അഹങ്കാരവും സ്വന്തമായിട്ടുള്ള കലാഭവൻ മണി നമ്മൾ വിട്ടുപോയിട്ട് 10 വർഷം തികയാണ്. അപ്പോൾ കലാഭവൻ മണി എന്ന കലാകാരനെ ഓർക്കാൻ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. മണിച്ചേട്ടത്തെ ബുള്ളറ്റ് KRR 756 എന്നുള്ള ബുള്ളറ്റ് അടിപൊളിയായിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മണിച്ചേട്ടൻ ദാ ഇവിടെ ഉണ്ട് കേട്ടോ. എല്ലാവരുടെ മുന്നിൽ അദ്ദേഹം ഇരിക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ എന്തായാലും വളരെയധികം സന്തോഷം. ഒരുപാട് പേര് വിഷമിച്ച് കരഞ്ഞ് പോകുന്ന ഒരു നിമിഷമാണ് ഇവിടെ വരുമ്പോൾ കേട്ടോ. ഇന്നത്തെ ദിവസം നിങ്ങളിവിടെ വരണം. നല്ല പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിച്ചിട്ടാണ് ഈ ഒരു സ്ഥലം ഒരുക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ മണിക്കൂടാരം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, മണിക്കൂടാരം ഇന്നും അന്നും ഒരുപോലെ വൃത്തിയായി തന്നെ ഇവർ സൂക്ഷിക്കുന്നുണ്ട്. അതിൽ മണിച്ചേട്ടൻ്റെ ഒരു ആരാധകൻ എന്ന നിലയിൽ നമുക്ക് കാണുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. ആ കലാകാരനെ സ്നേഹത്തോടെ എല്ലാവരും ഓർക്കാൻ ഇങ്ങനെയുള്ള കാഴ്ചകൾ മതിയിട്ടാണ്. കാരണം മണിച്ചേട്ടൻ ഉണ്ടെന്നൊരു ഫീലാണ് നമുക്ക് ഇവിടെ എത്തുമ്പോൾ തോന്നുന്നത്. മണിച്ചേട്ടനെ കാണുന്നത് കോഴിക്കോട് നിന്നും അതുപോലെ തന്നെ ഒരുപാട് ടീമുകൾ നമ്മുടെ എത്തുന്നുണ്ട്. സ്ഥിരമായിട്ട് വരുന്ന ചേട്ടന്മാരാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇവർ കലാഭവൻ മണിച്ചേട്ടനെ സ്ഥിരം എല്ലാ വർഷവും നമ്മൾ കാണാറുണ്ട്. ഇവർ ട്രാവലർ വിളിച്ചാണ് ഇവിടെ വരാറുള്ളത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ നമ്മുടെ പാടിയിലേക്ക് പോകാം. പാടിയിലെ വിശേഷങ്ങൾ നിങ്ങൾക്ക് കാണാം. പാടിയിൽ ഒരുപാട് കലാ പരിപാടികളും കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട്. ഈ വർഷവും ഉണ്ടാവും. അപ്പോൾ എന്തായാലും മണിച്ചേട്ടൻ നമ്മളെ വിട്ടു കഴിഞ്ഞിട്ട് 10 വർഷം തികയാണ്. എന്താണ് ഈ നിമിഷത്തിൽ മണിച്ചേട്ടനെ കുറിച്ച് ഓർക്കുമ്പോൾ പറയാനുള്ളത്? ഈ നിമിഷത്തെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് വിഷമമാണ്. എന്തൊരു സഹായിയായിരുന്നു എല്ലാവർക്കും. ഇല്ല, മണിച്ചേട്ടൻ മരിച്ചിട്ടില്ല. എൻ്റെ സാറ് മരിക്കില്ല. എന്നോടൊപ്പം ഉണ്ട് എൻ്റെ സാറ് എപ്പോഴും. നല്ലൊരു നാടൻ പാട്ടിൻ്റെ ഉസ്താദായിരുന്നു. ഉസ്താദെന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ഏറ്റവും നല്ലൊരു മനുഷ്യസ്നേഹി. വേറെ എന്താ പറയണ്ടേ? സന്തോഷം ചേട്ടാ. ഇതിപ്പോൾ രാവിലെ ഇവിടെ വൃത്തിയാക്കണോ പരിപാടിക്കായിട്ട് ബന്ധപ്പെട്ട്? ഇപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി ഒരു നിലവിളക്ക് കത്തിക്കണം, ഒരു ഫോട്ടോ വേണം.
അതെല്ലാം എൻ്റെ കയ്യിലൊന്നുമില്ല. അത് സാറിനറിയാം എന്നെപ്പറ്റി. ആ ഇരിക്കുന്ന സാറ് ചിരിക്കുന്നുണ്ട്, കണ്ടില്ലേ? ചേട്ടൻ്റെ പേരെന്തായിരുന്നു? പേരെന്തായിരുന്നു? എൻ്റെ പേര് വൈക്കം ശശികുമാർ. ശശികുമാർ. ഓക്കെ. ഞാൻ കലാഭവൻ വാസന്തി ലക്ഷ്മി പിന്നെ ഞാനും എന്ന ചിത്രത്തിൽ കലാഭവൻ മണി പാടി അഭിനയിച്ച പാട്ട്, അത് റെക്കോർഡിട്ട് കഴിഞ്ഞാൽ ആ പാട്ട് ഞാൻ അഭിനയിക്കും. ആ ഒരു ചെറിയൊരു കലാകാരനാണ്. എന്നെ ശ്രമിക്കുന്ന എല്ലാവരും ഇത് വിളിച്ച് എനിക്ക് ഈ പാട്ട് തരണമെന്ന് അപേക്ഷിക്കുകയാണ്. ഓക്കെ ഏട്ടാ, അപ്പോൾ എന്തായാലും വളരെയധികം സന്തോഷം ചേട്ടനെ കാണാനും പരിചയപ്പെടാനും സാധിച്ചതിൽ. വളരെ സന്തോഷമുണ്ട്. കലാഭവൻ മണിയുടെ ആത്മാവ് എൻ്റെ കൂടെ ഉള്ളിടത്തോളം കാലം എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. എനിക്ക് അത്രയ്ക്ക് എന്താ പറയുക, അത്രയ്ക്ക് സ്നേഹമാണ്, ബഹുമാനമാണ്, ആദരവാണ്. ഇപ്പോഴും ഇന്നലെയാണ് ഞാൻ ഇവിടെ വന്നത്. 5-ാം തീയതി പോകുന്നതാണ്. അത് എല്ലാ മാർച്ച് മാസത്തിൽ 6, 5-ാം തീയതി തന്നെ അവിടുന്ന് പുറപ്പെടും. 6-ാം തീയതി ഇവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് എൻ്റെ സാറിനോട് ഗുഡ് നൈറ്റും പറഞ്ഞിട്ട് നേരെ കൊടുങ്ങല്ലൂർക്ക് പോകും. വീടപ്പോൾ എവിടെയാണ്? എൻ്റെ വീട് വെച്ചൂരാണ്, കുടവച്ചൂരെന്ന് പറയും. വൈക്കം കുടവച്ചൂരാണ് വീട്. വീട്ടിൽ ആരുമില്ലാത്തൊരു അവസ്ഥയാണ് ഇപ്പോൾ. അനാഥമായ ഒരു ജന്മമാണ് എൻ്റെ. ഉമ്മൻചാണ്ടി സാറും എനിക്കൊരു വണ്ടി തന്നു. ഇപ്പം മകനും ഒരു വണ്ടി തന്നു. ഇത് ചാണ്ടിയമ്മൻ സാർ തന്ന വണ്ടിയാണോ? ഇത് ചാണ്ടിയമ്മൻ സാറ് തന്ന വണ്ടി. ഓക്കെ. അപ്പോൾ എന്തായാലും വളരെയധികം സന്തോഷം ചേട്ടാ, കാണാൻ പറ്റിയതിൽ വളരെയധികം നന്ദി. താങ്ക്സ്. അങ്ങനെ മണിച്ചേട്ടനെ ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ മണിച്ചേട്ടൻ കാരണം ഒരുപാട് പേര് ജീവിതം രക്ഷപ്പെട്ട ഒരുപാട് പേര് നമ്മുടെ നാട്ടിലുണ്ട്, ചാലക്കുടിയിലുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ ഓരോരോ ഭാഗത്തുണ്ട്. അപ്പോൾ എന്തായാലും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഒരു നടനും ഇങ്ങനെ കിട്ടുമെന്ന് എനിക്കറിയില്ല. കാരണം ഏകദേശം 10 വർഷം തികയാണ്. ആ സമയത്തും അദ്ദേഹത്തെ സ്നേഹിച്ചുകൊണ്ട് എല്ലാ പ്രാവശ്യവും ഇപ്പം നമുക്ക് കാണാൻ ചേട്ടൻ അവിടെ അടിച്ചേരി വൃത്തിയാക്കുകയാണ് അദ്ദേഹത്തിന് വിളക്ക് വയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഇതൊക്കെ കാണുമ്പോൾ മനസ്സിലൊരു കുളിർമയും ഒരു സന്തോഷമൊക്കെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു കലാകാരൻ മരിച്ചു എന്നുള്ളൂ, പക്ഷേ അദ്ദേഹം നമ്മോടൊപ്പം എന്നുമുണ്ട്. പാട്ടിലൂടെ, അഭിനയ മികവിലൂടെ നമ്മോടൊപ്പം മണിച്ചേട്ടൻ എന്നും ജീവിക്കുന്നു. അപ്പോൾ എന്തായാലും മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. എന്തായാലും നമ്മളെ വീഡിയോ നമ്മൾ ആ പാടിയിൽ വെച്ച് അവസാനിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ബൈ.